അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ആൽക്കലോയിഡുകളെ കുറിച്ചാണ്. ചില വസ്തുക്കളും അവയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡുകൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കേണ്ടത്. ആൽക്കലോയിഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ കുരുമുളക്, പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചോദിച്ച് കാണുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് കുരുമുളകിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ്. കുരുമുളകിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് എന്ന് പറയുന്നതാണ് പെപ്പറിൻ. കുരുമുളകിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് എന്ന് പറയുന്നതാണ് പെപ്പറിൻ. ഇഞ്ചിയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് എന്ന് പറയുന്നത് ജിഞ്ചർ എന്ന് ഓർത്ത് ജിഞ്ചറിനാണ്. ഇഞ്ചിയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ജിഞ്ചറിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് എന്ന് പറയുന്നതാണ് ജിഞ്ചറിൻ. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് നമ്മൾ പറഞ്ഞു, മഞ്ഞളിൻ്റെ നിറത്തിൻ്റെ കാരണം കുർക്കുമിനാന്ന് പറഞ്ഞു. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് എന്ന് പറയുന്നത് തന്നെയാണ് കുർക്കുമിനാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ വേപ്പിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡാണ് മാംഗോസിൻ. അപ്പോൾ ഇവിടെ പെപ്പറിൻ ഇമ്പോർട്ടൻ്റ് ആണ്, ജിഞ്ചറിൻ ഇമ്പോർട്ടൻ്റ് ആണ്, കുർക്കുമിൻ ഇമ്പോർട്ടൻ്റ് ആണ്. വേപ്പിൽ അടങ്ങിയിരിക്കുന്നത് പറയുന്നത് മാംഗോസിൻ. എന്നാൽ പച്ചമുളകിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് എന്ന് പറയുന്നത് ക്യാപ്സിക്കം എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പോൾ ക്യാപ്സിക്കത്തിലും പച്ചമുളകിലൊക്കെ അടങ്ങിയിരിക്കുന്ന ക്യാപ്സിക്കത്തിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ്, ചില്ലിയുടെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് ക്യാപ്സിക്കം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പച്ചമുളകിൽ അടങ്ങിയിരിക്കുന്ന പറയുന്നത് ഇതാണ് ക്യാപ്സിൻ. തേയിലയിൽ അടങ്ങിയിരിക്കുന്നത് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് എന്ന് പറയുന്നതാണ് തേയിൻ. പക്ഷേ തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാണ്? ടാനിക് ആസിഡ് ആണ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നതാണ് ടാനിക് ആസിഡും. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് കഫീൻ. ഇത് ഇമ്പോർട്ടൻ്റാണ്. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്നത് കഫീൻ. അലർജിക്കൊക്കെ കാരണം, തുമ്മലിനൊക്കെ കാരണമാകുന്ന, ആസ്മയ്ക്ക് കാരണമാകുന്ന അലർജി കോസിങ് ആണ് കഫീൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. കഫീൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. ദിവസം ഒരു കാപ്പിയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നിലധികം കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കഫീൻ്റെ കണ്ടൻറ്റ് കൂടുമ്പോൾ നമ്മൾ അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് എന്ന് പറയുന്നത് കഫീൻ, മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്നത് കുർക്കുമിൻ. ഈ രണ്ട് പേരുകളെന്ന് ഓർത്ത് വെച്ചോണം.